കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനായി പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിലെ ഹൈവേ വികസനത്തിന് 26,000 കോടിയും ബജറ്റിൽ വകയിരുത്തി. ആന്ധ്രയിലെ ജലസേചന പദ്ധതിക്കും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന കക്ഷികൾക്ക് വാരിക്കോരി സഹായം നൽകുന്ന അവസ്ഥയാണുള്ളത്. ബീഹാറിന് പ്രളയ സഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുനർസംഘടന പ്രകാരം സംസ്ഥാനത്തിൽ ഈ വർഷം പുതിയ തലസ്ഥാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. തലസ്ഥാന നഗര വികസനത്തിനായി 15 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ, തൊഴിൽ നൈപുണ്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹ്യനീതി, ഉൽപാദന സേവന മേഖല, നഗരവികസനം, ഊർജ സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, ഇന്നൊവേഷൻ ഗവേഷണ വികസനം, പുതുതലമുറ വികസനം എന്നിവയാണ് ബജറ്റിൽ മുൻഗണനാ വിഷയങ്ങൾ. യുവാക്കൾക്കും ലഘു സംരംഭകർക്കും ആശ്വാസം പകർന്ന് മുദ്രാ ലോൺ പരിധി 20 ലക്ഷമായി ഉയർത്തി ബജറ്റ് പ്രഖ്യാപനം. നേരത്തെ ഇത് 10 ലക്ഷമായിരുന്നു. അതാണ് ഒറ്റയടിക്ക് 20 ലക്ഷമാക്കി ഉയർത്തിയത്. കൊള്ളപ്പലിശക്കാരിൽ നിന്ന് ലഘു സംരംഭകരെ മോചിപ്പിക്കുക എന്നതാണ് മുദ്രാ ലോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആദായ നികുതിയിലും കാര്യമായ ആശ്വാസമൊന്നും നൽകുന്നില്ല നിർമ്മലയുടെ ബജറ്റ്. ശമ്പളക്കാർക്ക് നേരിയ ആശ്വാസം മാത്രമാണ് ലഭിച്ചത്. ഇനി മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും വില കുറയും. കോർപ്പറേറ്റ് നികുതി 35% കുറച്ചു. വിദേശ കമ്പനികൾക്കാണ് ഇത് നേട്ടമായത്. കാർഷിക മേഖലയ്ക്ക് ഈ സാമ്പത്തിക വർഷം 1.52 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിൽ കാർഷിക മേഖലയിൽ ഉൽപാദനവും ഉണർവും നൽകാനുള്ള വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ഗവേഷണത്തിന് പ്രാധാന്യം നൽകും. സ്വകാര്യ മേഖലയെയും ഉൾപ്പെടുത്തിയായിരിക്കും പുതിയ വിളകൾ വികസിപ്പിക്കാനുള്ള ഗവേഷണം. 2 വർഷം കൊണ്ട് രാജ്യത്തെ 1 കോടി കർഷകർക്ക് സർട്ടിഫിക്കറ്റുകളും ബ്രാൻഡിങ്ങും നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തുകളും ഗവേഷണ സ്ഥാപനങ്ങളും വഴി അവസരമൊരുക്കും. ചെമ്മീൻ ഉൽപാദനം കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനായി വിത്ത് ഉൽപാദന കേന്ദ്രങ്ങൾ നബാൻ മുഖേന ധനസഹായം നൽകും. 2 ലക്ഷം കോടിയുടെ 5 പദ്ധതികൾ നിർമ്മല പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന 9 വിളകൾ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് 10 ലക്ഷം രൂപ വരെ വായ്പ നൽകും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ കേരളത്തിന് പ്രത്യേകമായി ആനുകൂല്യങ്ങളോ പദ്ധതികളോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. തുടർന്നുള്ള വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.